അപ്പം നമ്മളങ്ങനെ തിങ്കളാഴ്ച രാവിലെ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതേ വണ്ടിയുടെ ഉള്ളിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഫുള്ള് ഗ്ലാസ്സിൽ മൊത്തം ഐസുണ്ടോ. സീനാണ്. വണ്ടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് നമുക്ക് തള്ളി ഉന്തിയോ പുറത്തേട്ട് തലയിട്ടോ എങ്ങനെയെങ്കിലും വണ്ടി പുറത്തേട്ട് വണ്ടി വീടിൻ്റെ മുറ്റം വരെ കൊണ്ടുപോകണം. ഇച്ചിരി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഗ്ലാസ് ക്ലീൻ ആവില്ല. നമ്മളങ്ങനെ വീടിൻ്റെ മുറ്റം വരെ വണ്ടി ഇറക്കിക്കൊണ്ട് വന്ന് വണ്ടിയുടെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കേട്ടോ. ഇപ്പോഴാണ് റോഡ് കാണാൻ പാകത്തിനായത്. ഭയങ്കര തണുപ്പാന്ന. എന്തായാലും നേരത്തെ പോണെന്നൊക്കെ കിടന്നോട്ടോ, പക്ഷെ നടപടിയായില്ല. വൈകിപ്പോയി. നേരെ ഡിപ്പോയിൽ പോട്ടെ, നല്ല തിരക്കാണ്. അതുകൊണ്ട് നേരെ പോവാം. പുറത്തിറങ്ങിട്ടെ തണുപ്പ് കാരണം ബോക്സ് പോലും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ഗ്ലൗസ് ഇട്ടു, പക്ഷെ ഗ്ലൗസ് ഇട്ടിട്ടും തണുക്കോ കയ്യൊക്കെ. കണ്ടില്ല, കൈയൊക്കെ തണുത്ത് പണ്ടകടില്ല. ഞാൻ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹീറ്റർ ഇട്ട് വണ്ടി ചൂടാക്കിയിട്ട് ഗ്ലൗസിന്റെ ഉള്ളിൽ ചൂടാക്കുക എന്നിട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഒരുമാതിരി പ്രാന്ത് പിടിച്ച് തണുപ്പാട്ടോ. ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരിക്കും നമുക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാറ്റർഡേ ഡെലിവറി ചെയ്തില്ലോ. തിരക്കെന്ന് പറഞ്ഞ തിരക്കായിരുന്നു. ഇനി നമ്മുടെ ബിസിനസ്സുകളെല്ലാം തീർന്നു. നമ്മളിനി നേരെ റെസിഡൻഷ്യൽ ചെയ്യാൻ പോകട്ടോ. സത്യം പറഞ്ഞാൽ ആ തണുപ്പ് കാരണം ഒരു രക്ഷയില്ല. പ്രാന്ത് പിടിച്ച തണുപ്പായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു ഒന്നായിരുന്നു തോന്നുന്നു. ഇനിയിപ്പോൾ എന്നാലും നമുക്ക് തല്ലിപ്പടിച്ച് റെസിഡൻഷ്യലും കയറ്റി കഴിഞ്ഞപ്പോൾ സമയം നീ 12 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നാലാണ് 1:30 തീർക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞുണ്ടല്ലോ, എന്നാ പറയണ്ടെന്ന് അറിയാൻ പാടില്ല. സമയം 12:15. 2 മണിയാകുമ്പോൾ തീർക്കണം. പറ്റില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഫുഡും എല്ലാം കഴിച്ചിട്ട് മല കയറുവാണെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പണിയെടുക്കാമല്ലോ. നമ്മളുണ്ടല്ലോ വീട്ടിൽ പോയിട്ട് ചെറിയൊരു കോഫി എടുത്തിട്ടോ, നമ്മുടെ സ്നാക്സ് എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കാം. അത് കഴിഞ്ഞിട്ട് മല കയറാം. അത് തിരക്കണ്ട. വെയിലങ്ങ് തെളിഞ്ഞിട്ടുണ്ടല്ലോ, ഒടുക്കത്തെ വെയിലാട്ടോ. പക്ഷെ തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. വെയിലത്ത് തന്നാൽ നമ്മൾ പൊള്ളിപ്പോവും, തണുപ്പത്ത് തന്നാൽ നമ്മൾ വിറച്ചാവും. ആ അവസ്ഥ. എന്നാൽ എനിക്ക് റെസിഡൻഷ്യൽ വളരെ കുറവാണ്. അത് വലിയൊരു സമാധാനം. അങ്ങനെ നമ്മളുണ്ടല്ലോ ഒന്ന് അങ്ങനെ നമ്മളുണ്ടല്ലോ നമ്മുടെ റെസിഡൻഷ്യലായിട്ടോ മലയുടെ ഭാഗങ്ങൾ കൊടുത്തു തീർന്നു കേട്ടോ. നമ്മളിനി താഴ്ഭാഗത്തൊരു 10-15 കൊടുക്കാൻ, അതിൻ്റെ കൊടുക്കാൻ നമ്മുടെ പണി തീർന്നു. അപ്പത്തേനും പിക്കപ്പ് എടുക്കാൻ സമയമാവും. അത് വേറെ വശം.
അങ്ങനെ നമ്മുടെ ഡെലിവറി കഴിഞ്ഞോട്ടോ. ഇന്നത്തെ ഡെലിവറി തീർന്നത്തേന് 2:30 ഇനി നമുക്ക് പിക്കപ്പ് എടുക്കാൻ സമയം, പിക്കപ്പ് ഉറങ്ങേണ്ട സമയം. അപ്പം പിക്കപ്പ് കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി തീർന്നു. ഇന്ന് ഇത്രയും തിരക്ക് വരാനുള്ള കാരണം നമ്മൾ സാറ്റർഡേ ചെയ്യാത്തോട്ടോ. അല്ലെങ്കിൽ ഇന്ന് ഒരു 10 മണി കഴിയാകുമ്പോൾ പരിപാടി തീരേണ്ടിയായിരുന്നു. തിരക്കുണ്ടാകാത്ത ദിവസം സാറ്റർഡേ ചെയ്ത് തീർത്തായിരുന്നെങ്കിൽ. ഓ, ഇന്ന് ഫുള്ള് ബിസി ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ പിക്കപ്പ് കഴിഞ്ഞ് ജസ്റ്റ് ഡിപ്പോയിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നാ പറയണേ, നമുക്ക് ഡെലിവറി കഴിഞ്ഞ് 1 മിനിറ്റ് പോലും സമയം കിട്ടിയില്ല. അപ്പം തന്നെ നമ്മൾ പിക്കപ്പിന് ഇറങ്ങിട്ടോ. പിക്കപ്പ് ഇത് എടുത്തു കഴിഞ്ഞ് വിറ്റിട്ട് പോവാ.